തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. നമുക്ക് വീണ്ടും കാണണം. എന്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ. അവൻ മുമ്പേ എത്തി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു ഡിസ്ക് എടുത്താലും ശരി, എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും കിട്ടി. ഇത് റിസ്ക് തന്നെയാ. ഇതെന്റെ ഒരു വാശിയാണ്. സ്വന്തം മോളുടെ ജീവിതമാണ്, സൂക്ഷിക്കണം. അതാണ് എനിക്ക് വലുത്. എന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടാ. ഞാൻ കുമാർ കുബേര. ഞാൻ കൃഷ്ണ, ബാലകൃഷ്ണ. ഇപ്പൊ പോയവ എന്തിനാ ഇവിടെ വന്നത്? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പരിചയപ്പെടാൻ. അയാൾ പരിചയപ്പെട്ടിട്ട് പോയി. ആ പോയ സാധനം ഫ്രോഡാണ് കേട്ടാ. ഈ നിൽക്കുന്ന സാധനം ഞാൻ ഡീസന്റ്. വലിയ മുതലാളിയാ കശുവണ്ടിയുടെ. എത്ര ഫാക്ടറി ഉണ്ട്? ഒന്നോ? ഈ നിൽക്കുന്ന മുതലാളിക്ക് 18 ഫാക്ടറി ഉണ്ട്. എന്തൊരു ഫാക്ടറി? പടം പിടിക്കുന്ന ഫാക്ടറി. അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയെ. ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, വയറ് നിറഞ്ഞ്. ഈ നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് കിടക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തമാക്കാൻ പോണു. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ. ഈ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, യുമാറ്റിക്. ഡ്രൈവർ. ഇയാൾക്ക് മനസ്സിലായില്ല, ശരിക്കും പറഞ്ഞു കൊടുക്ക്. ഈ ടിവിയിൽ വന്ന സിനിമയില്ലേ, അത് പിടിക്കുന്ന ഫാക്ടറി. ദൂരദർശനൻ. ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാള് പറഞ്ഞു. തോനെ കായാവൂലേ? ഓ, ഒരു 5 കോടി. എടോ പിയെ, ഇവിടെ പരിസരത്ത് എങ്ങനെ 5 സ്റ്റാർ ഹോട്ടൽ വല്ലതും ഉണ്ട് താമസിക്കാൻ? ഇല്ല സാർ. ഇല്ലേ? എങ്കിലും ദൂരദർശന്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ ചെയ്ത് പറഞ്ഞേരെ. എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറയണേ. സാർ, സാറിന് വിരോധം ഇല്ലെങ്കിൽ ഈ കുബേർ സാറിന്റെ വീട്ടിൽ താമസിക്കാം. എനിക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അവന്റെ വീട്ടിൽ താമസിക്കരുത്. അവന്റെ ഭാര്യയ്ക്ക് പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വ്യാധിയില്ല. ഇനി വരാതെ നോക്കണം. മറ്റൊരു വഴിയില്ലെങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിൽ താമസിക്കാം അല്ലേ? ഡ്രൈവർ, ഒരു 50,000 രൂപ ചെക്ക് എഴുതി. അയ്യോ, പണം തന്നെ അവമാനിക്കരുത്. ഇതൊരു സഹായമായിട്ട് കരുതണം, എന്റെ മനനിമ്മതിക്ക് വേണ്ടി. ശരി ശരി ശരി, എങ്കിൽ നമുക്ക് ഇയാളുടെ വീട്ടിലേക്ക് പോവാം. ഡ്രൈവർ വണ്ടി എടുക്കും. നീ സ്വീകരിച്ചോണ്ട് വാടേ. ഇതാണ് എന്റെ ഭവനം. അപ്പൊ അതോ? അതൊരു കൂതറ ദരിദ്രവാസിയുടെ. അയൽവാസി ഒരു ദരിദ്രവാസി. മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ, പെട്ടി എടുക്കൂ. പെട്ടി ഇറേ. ചെന്താമരം. എടടേ. എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത്? തട്ടി തോളിക്കെട്ടടാ. കേട്ടടേ, തട്ടി തോളിക്കെട്ടടാ. ഇങ്ങോട്ട് പറയേ, ഇങ്ങോട്ട് പറയേ. ഇതൊക്കെ ഒരു നേക്കാ. ഇത്രേ ഉള്ളൂ. ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പഴറിയിക്കണ. എന്തൊരു രണ്ടും കൂടെ കിന്നാരം പറയണത്? മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ, അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തോന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങിയാ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ, അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചോമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ. തന്നെ ഇറങ്ങി നിൽക്കുന്നു ചവല കൂതറ. മോനെ, നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? കോടിക്കണക്കിന് കായ് ചെലവാവില്ലേ? പിന്നെ ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കപ്പുറതയില്ല. ചെല്ല ഇവിടെ നിന്നാ കണ്ണു വിട്ടുവിടും. വാ, അകത്തോട്ട് പോവാം. നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരൻ നടത്തും. ഒലത്തും. എന്താ? അയൽവാസി ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ, മച്ചനോട് സാറിന സാറിന. ഹലോ. എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ, ആ കോട്ടും സൂട്ടൂരി ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. हम तुम के कमरे में बंद हो. राजा का रानी से प्यार हो गया. അവന്റെ ഒടുക്കത്തിൽ ഹിന്ദി പാട്ട്. ഫോൺ വെക്കട മൈച്ചാനെ. अच्छा अच्छा, മനീഷ കൊഴിയാള സാ പക്കടോ. ഓഫി നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിസോഡിൽ മനീഷ കൊഴിയാളക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സാർ. അയ്യേ, ചാള വേണ്ട, അയ്യം. നമുക്ക് നെമ്മി വാങ്ങിക്കാം, നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല, അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ.
നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്റെ പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവോ? 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 നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? ആ മിടുക്കി. എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. ആ അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. അത് ശരിയാ. ഇനിയിപ്പോ അയാളെങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. ബാബാ ബാബാ നില്ല്. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ. തെറ്റിത്തേയ്. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ. ഹലോ. എവിടെ ലക്ഷ്മി? ലക്ഷ്മി. 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 ഓ, അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? പ്യാടിച്ചു വായ. മോൻ കഴിഞ്ഞിട്ട് പാടി. മാടപ്രാവനെ പോലെ കുണുങ്ങി പോണത് കണ്ടാടിയേ. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോതരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? അതിപ്പോ നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തിനു പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കുന്നത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഓ ചെലവോട് ചെലവ്. എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. എന്തൊരു അവര് പെക്കളഞ്ഞത്. എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ, ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്? അല്ല, ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേതാ ഈ കുട്ടി? എന്റെ മോള്. എനിക്കിഷ്ടമായി. ഈ വീടും പരിസരവും ഒക്കെ പരിചയപ്പെട്ടില്ല. സോറി. ഞാൻ ബാലകൃഷ്ണ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. മഹാഭാരതം കാണാറുണ്ടോ? ആ ബുക്ക് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 300 രൂപയായി. അതല്ല, ടിവിയില്. ഇതൊക്കെ ടിവിയിലും വന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം. ഉണ്ട്. ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ. വേറെ വേറെ പേരുകളിൽ. അതെന്തരന്? ഈ ഇൻകം ടാക്സ്. ഓ, ഈ സീരിയൽ അല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല. കൂലി നമ്പർ 1. ഇംഗ്ലീഷ് സിനിമ. ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു. എത്ര എപ്പീസ്? 1000. ഇത്രയും നീളോ? അതേത് സീരിയൽ? രാമായണം 2ാം ഭാഗം. ഇംഗ്ലീഷാ. ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട്, രാമന്റെ. എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ്. സെലക്ട് ചെയ്താ ഇപ്പൊ ഏതാണ്ട് കൊത്ത ലക്ഷണമുണ്ട്. എന്തരത്ത്? അല്ല, സീത നായിക ജ്യൂസുകൾക്ക് പകരം. മുതലാളി, ഞാനിപ്പോ പോട്ടെ. താനോടെ പോന്നു? അച്ഛന്റെ അടുത്തേക്ക്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ വിഷമക്കാരനാ. ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങെത്താ. താൻ പോയാൽ ശരിയാവില്ല. യവൻ പോണെങ്കി പോട്ടെ. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇല്ല ഇവിടെ. മേളിലാണ് മുറി, അങ്ങോട്ട് ചെല്ലേ. പോ. നീ എങ്ങോട്ട് വെച്ച് വിടുന്നത്? ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം. വാ പോ. നീ അങ്ങോട്ട് ചെല്ല്. പോടേ. ഷെഡിലോട്ട് ചെല്ല്. എന്തിനിടെ നിന്ന് വടവണത്? ഇവൻ തറയാണല്ലേ.